ഇവിടെ പറഞ്ഞു നോക്കൂ, പിന്നെ 1999 ആ നിയമത്തിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ, ആ വ്യതിയാനങ്ങൾ 2023 വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ വളരെ രഹസ്യമായിട്ട് പറഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അങ്ങനെ ഒരു നയത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. സംസ്ഥാന സർക്കാർ മദ്യനയം രൂപീകരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഷ്കരിക്കുമ്പോഴും അത് ഒളിച്ചു വെച്ചൊന്നും നടത്തുന്ന കാര്യമല്ല. അത് നമുക്കാർക്കും അറിയില്ല എന്ന് പറയണ്ടേ. ഇപ്പോൾ ബിജെപിയുടെ നേതാക്കളും അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോവുക എന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. മദ്യനയം സർക്കാർ ഒളിച്ചു വെക്കുന്ന ഒന്നാണോ? ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നേരത്തെയും ഞാനത് പറയാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇടപെടുകയാണ്, ഇപ്പോഴും ഞാനത് പറയാൻ നോക്കുമ്പോൾ ഇടപെടുകയാണ്. 1999 കേരളം ഭരിക്കുന്നത് ഇ കെ നായനാർ ആയിരുന്നില്ലേ? ഇ കെ നായനാർ എന്തിനായിരുന്നു ഒരു 4 അംഗ സമിതിയെ നിശ്ചയിച്ചത്? അതായത് പിന്നെ നമ്മളെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിനോദ് റായ്, ജോൺ മത്തായി, അമിതാഭ് കാന്ത്, യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ, പ്രമുഖരായിട്ടുള്ള ആളുകളെ അന്നത്തെ സമിതിയിൽ നിശ്ചയിച്ചത് എന്തിനായിരുന്നു? ആ സമിതി കണ്ടെത്തിയത് എന്തായിരുന്നു? കേരളത്തിൽ എവിടെയും ഇനി ബ്രൂവറികൾ, ഈ ഡിസ്റ്റിലറികൾ അനുവദിക്കണ്ട എന്ന് തീരുമാനമെടുത്തത് എന്തുകൊണ്ടായിരുന്നു? ആ നയം പിന്നീട് ഇങ്ങോട്ട് തുടർന്ന് വന്നിട്ടുള്ള സർക്കാരുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനായിരുന്നു? അപ്പോൾ അവിടെയല്ല പ്രശ്നം, അവിടെയല്ല. അതൊക്കെ ആയിക്കോട്ടെ, അത് മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ, അത് അവിടെയൊന്നും പ്രശ്നമില്ല. പക്ഷേ 2018 പവർ ഇൻഫ്രാടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അനധികൃതമായിട്ട് ഈ സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീധർ ബ്രൂവറി എന്ന് പറയുന്ന കണ്ണൂരുള്ള കമ്പനിക്ക് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി 2018 ജൂൺ മാസം 12-ാം തീയതി ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോളോ എന്ന് പറയുന്ന ബ്രൂവറി ആൻഡ് ഡിസ്റ്റിലറി കമ്പനിക്ക് വേണ്ടി ഇതേ കാലയളവിൽ, അത് തന്നെയാണ് 2020 അവർക്ക് അന്ന് പുറകോട്ട് പോകേണ്ടി വന്നിരുന്നു. 2020 ഡിസംബർ മാസം 10-ാം തീയതി ഇതേ കമ്പനികൾ, നോക്കൂ, ഈ കമ്പനികളൊന്നും 2025 എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കോളേജിന് എന്ന തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നു, അതിനുശേഷം അത് ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റുന്നു, അതീവ രഹസ്യമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് ഇത് അഴിമതിയാണ് എന്ന് പറയപ്പെടുന്നത്. ഇത് 1999 നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് എന്തിനാണ് മദ്യലോബികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാറ്റുന്നത്? അതിനുണ്ടായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് എതിരെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ പ്രതിപക്ഷമായ കോൺഗ്രസോ സംസ്ഥാനത്തെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ എല്ലാ കാലത്തും കൃത്യമായി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പലപ്പോഴും ആരോപണങ്ങൾ പോലും കേട്ടിട്ടുമുണ്ട്. ഇതിപ്പോൾ 99 മദ്യനയം എന്ന് പറയുന്നത് അന്നിനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സാഹചര്യം 2024 ഈ പറയുന്ന ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അന്നത്തെ വിപണി ആവശ്യമാണോ? അന്നത്തെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആണോ? ഒരു വ്യവസായ നയം എങ്ങനെയാണ്? ഒരു വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യമോ ഡിമാൻഡോ സപ്ലൈയോ ഒക്കെ 25 വർഷക്കാലത്തിന് ശേഷം മാറ്റാൻ പാടില്ല എന്ന നില വേണമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? വേണ്ട. 42 ഡിഗ്രി ചൂടുള്ള വേണ്ടേ? അപ്പൊ ഇത്ര നേരം പറഞ്ഞു അവിടെ ജലക്ഷാമം കൂടുതലുണ്ട് എന്ന്. അല്ല, നമുക്ക് നിങ്ങൾ പറയുന്ന വാദം വേണമെങ്കിൽ അംഗീകരിക്കാം. ശരി, അത് അംഗീകരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞ വാദം വേണമെങ്കിൽ അംഗീകരിക്കാം. മറ്റൊരു വശം നിങ്ങൾ എടുക്കൂ. അവിടെ ജല ദൗർബല്യം നിലവിലുണ്ടോ? ജലലഭ്യതയുണ്ടോ? ആ കൊക്കക്കോള കമ്പനിയെ പൂട്ടി ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ ജലലഭ്യത ഇന്ന് അവിടെ ഉണ്ടോ? ഇതേ MP രാജേഷും ടീമും ആയിരുന്നില്ലേ അന്ന് കൊക്കക്കോള കമ്പനിക്ക് പൂട്ടിക്കെട്ടാൻ വേണ്ടി മുമ്പിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്? അപ്പൊ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാനും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം, അവിടെ ജലത്തിന്റെ ലഭ്യത കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഇവർ വ്യക്തമാക്കിയാൽ മതി. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം സഭയിൽ ഉന്നയിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ PM മാഷോട് ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ാണെന്നും അത് പരിഹരിക്കുമെന്ന ഉറപ്പ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു സർക്കാർ അത് പരിഹരിക്കും എന്ന് പറയുന്ന സമയത്ത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് വേണമെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാം. സ്വാഭാവികമായും അത് ഒരു വിഷയം തന്നെയാണ് എന്നത് നമ്മളും പറയുന്നു. കാരണം എലപ്പുള്ളിയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ